കേരളത്തിൽ ആകമാനം കുട്ടികളിൽ മുണ്ടിനീര് പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വർഷം ഏതാണ്ട് 69,000-ത്തിലധികം, ഏതാണ്ട് 70,000 അടുപ്പിച്ച് കുട്ടികൾക്ക് മുണ്ടിനീര് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് കണ്ടിരിക്കുന്നത്. ഇത് വായുവിൽ കൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അടുത്ത് ഇടപഴകുന്ന അവസരങ്ങളിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ സ്കൂളിൽ ഇത് പടർന്നു പിടിക്കാം. അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചെവിയുടെ താഴെ ഈ കവിളിൻ്റെ ഈ ഭാഗത്ത് ഉമിനീർ ഗ്രന്ഥിയുണ്ട്. അതിലുണ്ടാകുന്ന വീക്കമാണ് ശരിക്കും ഈ മുണ്ടിനീരെന്ന് പറയുന്നത്. തുടക്കത്തിൽ സാധാരണ പനി, തലവേദന, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വേദന, അങ്ങനെയൊക്കെയാണ് കാണാറ്. ഈ കവിളിലെ നീര് വരാൻ ശകലം കൂടി ടൈം എടുക്കും. അത് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വീണ്ടും ഒരാഴ്ച എടുക്കും. രോഗലക്ഷണം തുടങ്ങി കുറഞ്ഞതൊരു 5 ദിവസമെങ്കിലും ഈ രോഗം മറ്റുള്ളവരിൽ പകർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമുക്ക് സ്കൂള് നഷ്ടപ്പെടും. ഒരു വൈറസ് അസുഖമായതുകൊണ്ട് തന്നെ ഈ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണമായിട്ട് ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാം, വേദന വരുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉമിനീർ ഗ്രന്ഥിയാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉമിനീര് വരുന്ന ആഹാര പദാർത്ഥങ്ങൾ വേദന ഉണ്ടാക്കും ഇവിടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നാരങ്ങ നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഉമിനീര് വരും. അപ്പോൾ ആ ഉമിനീര് പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ ഒരു ഉളയുന്ന വേദന വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഏറ്റവും പ്രധാനം ഡെൻ്റൽ ഹൈജീൻ, അതായത് പല്ല് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ ഉച്ചയ്ക്കും വൃത്തിയാക്കുക. കാരണം ഈ വായ്ക്കകത്ത് നിന്ന് അണുക്കൾ ഇങ്ങോട്ട് കയറി ഇവിടെ പഴുക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇനി ഈ മുണ്ടിനീര് അപായകരമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മരണം വരുത്താറില്ല. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും സങ്കീർണതകളുണ്ട്, സ്ഥായിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമാണ്, പക്ഷേ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് തലച്ചോറിനെ ബാധിക്കാം, നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. വൃഷ്ണങ്ങളെ ബാധിക്കാം. നമ്മുടെ പാങ്ക്രിയാസിന്, അതായത് നമ്മുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥിക്ക് നീര് വരാം. പിന്നെ ചെറിയ തോതിൽ കേൾവിക്ക് പ്രശ്നം വന്നേക്കാം. പക്ഷേ ഇതൊക്കെ അപൂർവമാണ്. ഈ അപൂർവം തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് ടെസ്റ്റിസ് 2 ഉണ്ടല്ലോ, ഈ 2 ഒരേ സമയം നശിച്ചു പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യത വരാമെങ്കിലും സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പാങ്ക്രിയാസ്, ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയിലെ നീര് വന്നാൽ ഡയബറ്റീസ് വരുമോ എന്ന് ചോദിച്ചാൽ വന്നുകൂടെ എന്ന് ചോദിച്ചാൽ വരാം. പക്ഷേ ഡയബറ്റീസ് ഉള്ള എത്ര പേർക്ക് നേരത്തെ മുണ്ടിനീര് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അത്ര ഒരു സാധാരണമല്ല. മംസിനെ പറ്റിയുള്ള 2 കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്? ഇത് മരണം ഉണ്ടാക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു അസുഖമാണ്. 2, അപൂർവമായിട്ട് സങ്കീർണതകൾ, അതായത് കോംപ്ലിക്കേഷൻസ് വരാം. ഇനി ഇതെങ്ങനെ തടയാം? ആക്ച്വലി നമുക്കൊരു വാക്സിനുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിലെ ഈ ഔദ്യോഗിക പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ ഇതിനൊരു സ്ഥാനം കൊടുത്തിട്ടില്ല. അതിന് പകരം MR എന്നുള്ള വാക്സിനാണ് കൊടുക്കുക. MR എന്തുകൊണ്ടാണ് MR എന്നുള്ള വാക്സിൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ മരണകാരണമല്ലാത്ത സങ്കീർണതകൾ കൊണ്ട് സ്ഥായിയായ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കുറവുള്ള ഒരു അസുഖമായതുകൊണ്ട് ഭാരതമൊട്ടാകെ നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, അതീവ പ്രധാന വാക്സിനല്ല. കാരണം മറ്റ് അസുഖങ്ങൾ വളരെ കൂടുതലാണ്, അതിനെ തടയുകയാണ് പ്രധാനം. പക്ഷെ കേരളം അങ്ങനെയല്ല. ഇവിടെ പകർച്ചവ്യാധികൾ നന്നേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച സ്കൂൾ നഷ്ടപ്പെടുന്ന മംസ് വാക്സിൻ കൊണ്ട് തടയേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഏതാണ്ട് 10 വർഷം മുമ്പ് കേരള സർക്കാർ MMR എന്നുള്ള വാക്സിൻ, MMR എന്ന് വെച്ച് കഴിഞ്ഞാൽ മംസ്, മീസിൽസ്, റുബല്ല, ഈ 3 കൂടെ ചേർന്ന വാക്സിൻ സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിന് സാമ്പത്തിക പരിമിതി ഉള്ളതുകൊണ്ട് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാം സൗജന്യം വേണമെന്ന് നമ്മളങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് പ്രൈവറ്റ് ആശുപത്രികളിൽ ലഭ്യമാണ്. 600 രൂപയും മറ്റാണ് അതിൻ്റെ ചാർജ്. പണ്ട് 5-10 കുട്ടികൾക്ക് കൊടുക്കാനുള്ള വാക്സിൻ ഒരുമിച്ച് പാക്ക് ചെയ്ത് കമ്പനി തരുമായിരുന്നു.
അത് തരുമ്പോൾ 200 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ വില. പക്ഷേ അതിപ്പോൾ അവർ കമ്പനി നിർത്തി. കാരണം സർക്കാർ വാക്സിൻ എടുക്കാത്തതുകൊണ്ട്, സർക്കാർ വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ ഈ 10 കുട്ടികൾക്കുള്ള വയൽ പൊട്ടിച്ചാൽ 10ഉം അപ്പം തന്നെ തീരും എന്ന് തീർച്ചയാക്കാൻ സർക്കാരിലെ അത്രയ്ക്കും പേഷ്യൻ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ പ്രൈവറ്റിൽ ഓരോ പേഷ്യൻറ്റിനുള്ള വാക്സിൻ ഓരോ കുപ്പിയായിട്ട് പാക്ക് ചെയ്ത് തന്നെ വരണം. അതാണ് ഈ 600 രൂപ ആകാനുള്ള കാരണം. അപ്പോൾ സ്വന്തം കാശ് മുടക്കി MMR വാക്സിൻ എടുക്കാൻ കഴിവുള്ളവരെ MMR വാക്സിൻ എടുക്കാൻ പ്രേരിപ്പിക്കുക. MRനേക്കാളും MMR നല്ലതാണ് എന്ന് ബോധവൽക്കരിച്ച് അവരെ കൊണ്ട് എടുപ്പിക്കണം. അതാണ് പ്രധാനം. പക്ഷേ ഇതിന് ഈ കമ്മ്യൂണിറ്റിയിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കറിനെ കൊണ്ടാവില്ല. അതൊരു വാസ്തവമാണ്. കാരണം ഈ ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ ഈ എഴുത്തും വായനയും മാത്രം അറിയാവുന്ന ആ സമൂഹത്തിൽ നിന്നെടുത്ത ഒരാളാണ്. അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയേ അല്ല, ഒരു സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അവരെ പറയുന്നത്. സർക്കാർ അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല, വെറും ഒരു ഓണറേറിയവും പിന്നെ അവരുടെ പ്രവർത്തനത്തിന് ആനുപാതികമായ കുറച്ച് ഇൻസെൻറ്റീവും. അതാണ് അവരുടെ വരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ മാതിരി ആരോഗ്യപരമായ ഒരു കോഴ്സ് പഠിക്കുകയോ പരീക്ഷ പാസ്സാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ പ്രതിരോധ പദ്ധതികളെപ്പറ്റി അവരോട് പറയുന്ന കാര്യങ്ങൾ അമ്മാതിരി തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് പറയും. അവരോട് ചിക്കൻ പോക്സ് വാക്സിൻ ഉണ്ടോ, MMR വാക്സിൻ ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെങ്ങനെ പറയും? അതവർക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഇതാര് പറയണം? സർക്കാർ ശമ്പളം പറ്റുന്ന ജോലിക്കാരുണ്ട്. അതായത് സർക്കാർ പറയുന്ന പരീക്ഷ പാസ്സായ സർക്കാർ ശമ്പളം പറ്റുന്ന JPHN എന്നൊരു വിഭാഗക്കാരുണ്ട്. പണ്ട് കേരളം വളരെ ലോകോത്തര ഹെൽത്ത് ആകാൻ കാരണം ഈ JPHNകാരുടെ ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത് JPHN ആണ്. അവരാണ് ഈ അഡീഷണൽ വാക്സിൻസ്, അതായത് സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത എന്നാൽ ആൾക്കാർക്ക് ആവശ്യമുള്ള വാക്സിൻ ഏതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരാണ്. അത് MMR വാക്സിൻ ആയാലും ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ആയാലും വാരിസെല്ല വാക്സിൻ ആയാലും. അപ്പോൾ അതിന് അവർ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കണം. ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാ വർക്കേഴ്സിനെ എല്ലാ പണിയും ഏൽപ്പിച്ചിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന പണിയായിട്ട് JPHNൻ്റെ ആക്ടിവിറ്റി ചുരുങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മുടെ എന്താ പറയുക, സർക്കാർ സർവീസിൻ്റെ ഒരു ശാപമാണ്. ജോലി ചെയ്യിക്കാൻ മാത്രമേ സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് താല്പര്യമുള്ളൂ. ജോലി ചെയ്യാൻ വേറെ താൽക്കാലിക ജീവനക്കാരെ എടുക്കണം. ഇത് മാറിയേ മതിയാവും. JPHN ഫീൽഡ് വർക്ക് ചെയ്യട്ടെ, അതിനാണ് അവർ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നത്. വാക്സിൻ ബോധവൽക്കരണം അവർ നടത്തട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കാൻ പറ്റും. കാരണം പൈസ ഇല്ലാത്തവർ സർക്കാരിൻ്റെ MR വാക്സിൻ എടുക്കും, പൈസ ഉള്ളവർ MMR വാക്സിൻ എടുക്കും. ഇനി MMR വാക്സിൻ എടുക്കുമ്പോൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, MRനെ അപേക്ഷിച്ച് മംസിൻ്റെ, അതായത് MMRലെ മംസിൻ്റെ സംരക്ഷണ വലയം കുറച്ച് കുറവാണ്. അതായത് ഒരു 10 കുട്ടികൾക്ക് MMR വാക്സിൻ എടുത്താൽ 1-2 കുട്ടിക്ക് വേണമെങ്കിൽ മംസ് വരാം, പ്രത്യേകിച്ചും മംസുള്ള കുട്ടികളുമായിട്ട് സമ്പർക്കം പുലർത്തിയാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മംസ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ മംസ് രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നീരൊക്കെ വരാനായിട്ട് ഏതാണ്ട് ഒരു 10-14 ദിവസം എടുക്കും. അപ്പോൾ ഇതിനിടയിൽ ചെന്ന് ഇതിനെ നമുക്ക് മംസ് വരാതിരിക്കാൻ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞ് വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല. ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ രോഗം വരും. അപ്പോൾ രോഗാണു പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മംസ് വാക്സിൻ. ഈ 2 കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ വെറുതെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്.